என் விண்ணப்பத்தை கேட்பவரே, என் கண்ணீரை காண்பவரே, சுகம் தருபவரே, ஸ்தோத்திரம் ஏசையா, சுகம் தருபவரே, ஸ்தோத்திரம் ஏசையா. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്നത് മത്തായി സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 37-38 വാക്യങ്ങളാണ്. ശ്രദ്ധിച്ചാട്ടെ. കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിക്കുവിൻ എന്ന് പറഞ്ഞു. ആമേൻ. കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരയക്കേണ്ടതിന് യാചിപ്പീൻ. ജനമെല്ലാം അലഞ്ഞും തകർന്നും നടക്കുന്ന കണ്ടപ്പോൾ കർത്താവ് പറയുകയാണ്, ഒത്തിരി ശുശ്രൂഷയുണ്ടല്ലോ, കൊയ്ത്ത് വളരെയുണ്ട്. എന്താണ് ഈ വചനത്തിന്റെ അർത്ഥം? തകർന്നവർ ഒത്തിരിയുണ്ട്, നശിച്ചവരൊത്തിരിയുണ്ട്, പക്ഷെ അവരെക്കുറിച്ച് ഭാരമുള്ളവർ ഇല്ല. നമ്മൾ പറയും പാസ്റ്റർമാരെ മുട്ടിയിട്ട് നടക്കാൻ പറ്റത്തില്ലെന്ന്. പക്ഷേ ഇവിടെ പറയുന്നത്, ദൈവം പറയുന്നത്, ആത്മഭാരമുള്ളവർ കുറവാണ്. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു പ്രാർത്ഥന വിഷയമാണത്. ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കാൻ പ്രാർത്ഥിക്കണം. പണ്ടൊക്കെ 1-2 ദേവദാസന്മാരെ ഉണ്ടായിരുന്നുള്ളൂ, ഇന്ന് ഒത്തിരി ദേവദാസന്മാരുണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറയരുത്. ഈ ഭൂമിയിലുള്ള ഇന്നത്തെ എല്ലാ വിശ്വാസികളും ശുശ്രൂഷകന്മാരായാലും ഇവിടെ ഇനിയും സുവിശേഷീകരണത്തിന് ജനത്തെ ആവശ്യമാണ്. കാരണം നശിച്ചു കിടക്കുന്ന ഒത്തിരി പേരുണ്ട്. ആത്മഭാരമുള്ള വലിയൊരു കൂട്ടം ശുശ്രൂഷകന്മാർ എഴുന്നേറ്റേ പറ്റൂ. കാരണം അലഞ്ഞവർ, വലഞ്ഞവർ, പിശാച് പിടിച്ചിരിക്കുന്നവർ, കർത്താവ് എവിടെ പോയാലും പുറകെ നടക്കുന്നൊരു കൂട്ടത്തെ കണ്ടോ? നദി കഴിഞ്ഞ് അപ്പുറത്ത് നിന്നപ്പോൾ ഇവര് അവിടെ എത്തിയിരിക്കുക. മല കയറി മുകളിലെത്തിയപ്പോൾ അവരവിടെ എത്തിയിരിക്കുക. സ്തോത്രം. ഒരു വീട്ടിലേശി എന്നപ്പോൾ ആ വീടിന്റെ മുറ്റം നിൽക്കുക. കാരണം ആവശ്യക്കാരാണ്. സ്തോത്രം. ഇന്ന് പലരും പറയാറുണ്ട്, അങ്ങനെ ജനമൊന്നും വരുന്നില്ലല്ലോ. കാരണം ജനത്തിന് ആവശ്യമുള്ള ദൂതുകൾ നമ്മൾ കൊടുക്കാതിരിക്കുമ്പോൾ ജനം വരത്തില്ല. ഞങ്ങൾ അതൊന്നും അല്ല പറയുന്നത്, ദൈവത്തിന് ആവശ്യമുള്ളതാണ് പറയുന്നതെന്ന് പറയുമ്പോഴും ഇത് ദൈവത്തിന് ആവശ്യമുള്ളതാണ്. ജനങ്ങൾ വിടുവിക്കപ്പെടുക എന്നുള്ളത് ദൈവത്തിന്റെ ആവശ്യമാണ്. ആമേൻ. ഒരു ശൂന്യമായ പടക് നിറഞ്ഞ ഒരു പത്രോസിനെ അല്ലായിരുന്നോ ദൈവം അന്ത്യകാല ഉണർവിനെ എഴുന്നേൽപ്പിച്ചേ? അതെ, ഇന്ന് പ്രശ്നത്തിൽ കിടക്കുന്ന ചിലരൊക്കെ നാളെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകരാകും. കടത്തിൽ കിടക്കുന്ന പലരെയും അടുത്ത നാളുകളിൽ ശക്തരായ ദൈവത്തിന്റെ അഭിഷിക്തരാകും. രോഗത്തിൽ കിടക്കുന്ന ചിലർ, കടത്തിൽ കിടക്കുന്ന ചിലരൊക്കെ നാളുകളിൽ ദൈവരാജ്യത്തിന്റെ വക്താക്കളാകാൻ പോവുകയാണ്. അതുകൊണ്ട് അവരോടൊക്കെ ഒരു അനുകമ്പയും ഭാരവും നമുക്കുണ്ടാകേണ്ടതുണ്ട്. പലപ്പോഴും ഇങ്ങനെ രോഗശാന്തി ശുശ്രൂഷകളൊക്കെ പുച്ഛിച്ച് തള്ളുന്നവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ കുറ്റപ്പെടുത്തുന്നവരെ കണ്ടിട്ടുണ്ട്. സത്യമായിട്ടും ഒരു രോഗം വരണം, അതിൻ്റെ വേദന അറിയണമെങ്കിൽ, ഒരു കടം വരണം, അതിൻ്റെ വേദന അറിയണമെങ്കിൽ, അതിലൂടെ കടന്നു പോകുമ്പോൾ അവർ അനുഭവിക്കുന്ന മാനസിക വിഷമം നേരിട്ട് അറിഞ്ഞവർക്ക് മാത്രമേ അങ്ങനെ കിടക്കുന്നവർ പുറത്തു വരണമെന്നൊരു ഭാരമുണ്ടാകത്തുള്ളൂ. അങ്ങനെ ഭാരമുള്ള ശുശ്രൂഷകർ എഴുന്നേറ്റ് വരണം. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. നമുക്ക് പ്രാർത്ഥിക്കണം, ജനത്തെ വിടുവിച്ച് അവരെ ദൈവരാജ്യത്തിലേക്ക് പ്രയോജനപ്പെടുത്തുന്നവരെ കർത്താവ് എഴുന്നേൽപ്പിക്കുവാൻ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട വിഷയത്തിൻ്റെ അകത്തൊരു പ്രധാന പ്രാർത്ഥന വിഷയമാണ് ആത്മഭാരമുള്ള ശുശ്രൂഷകർ എഴുന്നേറ്റ് വരിക എന്നുള്ളത്. യെസ്, ഹല്ലേലൂയ. ഞാനിത് കേൾക്കുമ്പോൾ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നിങ്ങൾ രോഗത്തിൽ കിടക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമോ വിധിയോ ദൈവം നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന ശൂലമൊന്നുമല്ല. നിങ്ങൾ സൗഖ്യമായിരിക്കണമെന്നും
നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കണമെന്നും നിങ്ങൾ ആരോഗ്യത്തോടിരിക്കണമെന്നുമാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുക. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുക. ആരോ പറഞ്ഞു ഇത് നിങ്ങൾക്ക് ദൈവം വെച്ച ശൂലമാണ്. നോ, ഒന്നുമല്ല. അങ്ങനെ അതൊന്നും നിങ്ങൾക്ക് ശൂലമല്ല. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക. നിങ്ങൾ ശക്തിയോടെ നടക്കുക, ആരോഗ്യത്തോടെ നടക്കുക, സൗഖ്യത്തോടെ ആയിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ തളർന്ന കൈകളും കുഴഞ്ഞ മുഴങ്കാലുകളൊക്കെ ശക്തി പ്രാപിക്കട്ടെ. ആമേൻ. രോഗത്തിൽ നിന്ന് പുറത്തു വരിക. കടങ്ങൾ മാറും. വഴികൾ അപ്പം തുറന്നു തരും. സമ്പത്ത് ദൈവം തരും. തലമുറകൾ കെട്ടപ്പെട്ട് കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല, വിടുവിക്കും. എൻ്റെ യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആമേൻ. എൻ്റെ യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം വരുന്നു ആമേൻ. നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ. പക്ഷെ നിങ്ങൾ പുറത്തു വരുമ്പോൾ അതിൽ സന്തോഷിച്ച് മതിച്ച് ജീവിതം തീർക്കരുത്. അങ്ങനെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന അനേകരെ ദൈവരാജ്യത്തിന് വേണ്ടി, അനേകരുടെ വിടുതലിന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുവാൻ നിങ്ങളാൽ ആവോളം നിങ്ങളുടെ ശരീരം കൊണ്ടും ആരോഗ്യം കൊണ്ടും നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ സമയം കൊണ്ടും ദൈവരാജ്യത്തെ ശുശ്രൂഷിപ്പാൻ നിങ്ങൾ തയ്യാറാകണം. കൊയ്ത്ത് വളരെയുണ്ട്. നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മുടെ രാജ്യം അനുഗ്രഹിക്കപ്പെടട്ടെ. സ്തോത്രം. എല്ലാവരെയും ക്രിസ്തുവിലേക്ക് നയിച്ച് ക്രിസ്തുവിനെ പോലെ ആക്കാൻ വലിയൊരു ദൗത്യം നമ്മുടെ മേലുണ്ട്. അങ്ങനെയുള്ള ശുശ്രൂഷകൻ എഴുന്നേൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെയും അങ്ങനെയാക്കാൻ നിങ്ങളും പ്രാർത്ഥിക്കുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവേ. അവരുടെ ജീവിതത്തിൽ അങ്ങ് വലിയ വിടുതലുകൾ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങൾ സൗഖ്യമാവട്ടെ, കടങ്ങൾ മാറട്ടെ കർത്താവേ. കർത്താവ് അതിൽ നിന്ന് അങ്ങ് അവരെ പുറത്തെടുക്കുന്നതിന് നന്ദി പറയും. കർത്താവിലൂടെ വലിയ ശുശ്രൂഷ അങ്ങ് ചെയ്യാൻ പോകുന്നതിന് സ്തോത്രം ചെയ്യും. അവരിൽ ആത്മഭാരം വർദ്ധിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇവരിലുള്ള ശുശ്രൂഷകൻ എഴുന്നേൽക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, അനേകം തകർന്നവരെ, കർത്താവെ കുഴഞ്ഞവരെ, കർത്താവ് ചിഹ്നവരെല്ലാം വിടുവിപ്പാൻ കർത്താവ് ഇവരിലുള്ള ശുശ്രൂഷകൻ പുറത്തു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹവും ഒരു ദൈവത്തിൻ്റെ വിടുതലും ഈ കുടുംബത്തിൻ്റെ മേലുണ്ടാകട്ടെ. ഇവർ അനുഗ്രഹിക്കപ്പെട്ട് സൗഖ്യമാകുക മാത്രമല്ല, കർത്താവിൻ്റെ വേലയുടെ ഭാഗത്ത് ആത്മഭാരത്തോടെ ശുശ്രൂഷിപ്പാൻ ഇവരെ ഒരുക്കണമേ. ഞങ്ങളുടെ ഭാരതത്തിൽ കർത്താവെ, ഞങ്ങളുടെ ഇന്ത്യയിൽ ശക്തരായ പ്രവാചകരെയും അപ്പോസ്തലരെയും ഇടയന്മാരെയും ശുശ്രൂഷകന്മാരെയും ഉപദേശകന്മാരെയും സുവിശേഷകരെയും നീ എഴുന്നേൽപ്പിക്കണമേ. ഈ ജനം നശിച്ചു പോകരുതേ. ലോകത്തിൽ നിന്നും, പാപത്തിൽ നിന്നും, ജഡത്തിൽ നിന്നും, സ്വയത്തിൽ നിന്നും, ആമേൻ, ദുർമാർഗ ജീവിതത്തിൽ നിന്നും ജനത്തെ ദൈവത്തിലേക്ക് തിരിക്കുന്ന ഒരു കൂട്ടം അഭിഷിക്തന്മാരെ കർത്താവ് ഈ സമയത്ത് എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിന് എഴുന്നേൽക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരു ശുശ്രൂഷകർ ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ തലമുറയിൽ ഒരാൾ ശുശ്രൂഷകരായിരിക്കണമേ. അല്ല കർത്താവേ, ഞങ്ങളെല്ലാവരും സുവിശേഷത്തിൻ്റെ ഭാഗമായിരിക്കണമേ. അതിനായിട്ട് ഞങ്ങളുടെ കുടുംബത്തെ ഒരു മിഷണറി ഫാമിലി ആക്കണമേ. കർത്താവിനെ ചെയ്യുന്നതിനായി സ്തോത്രം. ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. ശലോം. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻസുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക.